നമുക്കറിയേണ്ടത് ഫ്ലെക്സ് വെക്ടർ ആണോ സ്കേലാർ ആണോ എന്നുള്ളതാണ്. നമുക്കറിയാം അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്ലെക്സ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ് വരിക. അങ്ങനെയെങ്കിൽ ഫ്ലെക്സിൻ്റെ യൂണിറ്റ് അറിയണം. ഫ്ലെക്സ് ഈക്വൽ ടു ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ SI യൂണിറ്റ് വരിക ഇലക്ട്രിക് ഫീൽഡിൻ്റെത് ന്യൂട്ടൺ പെർ കൂളംബാണ്. ന്യൂട്ടൺ പെർ കൂളംബ് ഇൻറ്റു ഏരിയ വരുന്നത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഫ്ലെക്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ്. ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ SI യൂണിറ്റ് ആണത്. ഇനി ഫ്ലെക്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല വേണമെങ്കിൽ ഫ്ലെക്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഈക്വൽ ടു ന്യൂട്ടൺ ഫോഴ്സാണ്, MLT/-2. മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ L സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ കൂളംബിൻ്റെത് AT ആണ്. അപ്പം ആൻസർ വരിക ML³ T⁻⁻3 A⁻⁻1. ഇതാണ് ഫ്ലെക്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, SI യൂണിറ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷനും കാര്യങ്ങളും കിട്ടി, അതേപോലെ തന്നെ അതിൻ്റെ യൂണിറ്റുകളൊക്കെ കിട്ടി. ഇനി ഫ്ലെക്സിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി നമുക്ക് അറിയാനുള്ള ഇങ്ങനെ കേൾക്കുന്നൊരു വാക്ക് ഉണ്ടാവും നമ്മൾ, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലെക്സ് കാണുന്നത് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയാണ്. ഇങ്ങനെ ക്ലോസ് ചെയ്ത സർഫസിലൂടെ ഇലക്ട്രിക് ഫ്ലെക്സ് കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതും. സർഫസ് ഇൻ്റഗ്രൽ, അവിടെ നമ്മളൊരു സർക്കിൾ ഇടും. സർഫസ് ഇൻ്റഗ്രൽ E.ds. ഇതാണ് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കും. അതിലൂടെ എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോയി എന്നറിയുമ്പോഴാണ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ നമ്മൾ എല്ലാ ഇക്വേഷൻസും പറയുമ്പോൾ ഒന്ന് ഏറ്റവും ബേസ് എന്ന് പറയുകയാണെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ES cos θ അല്ലെങ്കിൽ E.S. അത് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ E.ds. ഇനി അടുത്തത് അതൊരു ക്ലോസ്ഡ് സർഫസിലൂടെയാണ് കാണുന്നതെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ E.ds. ഇതാണ് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫ്ലെക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സിലിണ്ട്രിക്കൽ സർഫസ് ഉണ്ട്. ആ സിലിണ്ട്രിക്കൽ സർഫസിൽ അവിടെയുള്ള ഒരു റീജിയണിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ, ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഈ സിലിണ്ടറിലൂടെ പോകുന്ന ഓരോ സർഫസിലൂടെയുള്ള ഫ്ലെക്സുകൾ കാണണം. അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഒരു സർഫസ് ഈ ഒരു ഫ്ലാറ്റ് സർഫസ് ആണെന്ന് കരുതി, രണ്ടാമത്തെ ഒരു സർഫസ് ഈ ഭാഗത്തുള്ള ഫ്ലാറ്റ് സർഫസ് ആണ്. അടുത്തത് വരുന്നത് ഇവിടെ ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. ഇതാണ് മൂന്നാമതായിട്ട് വരുന്ന സർഫസ്. അപ്പോൾ കർവ്ഡ് സർഫസിലെ ഫ്ലെക്സും ഈ രണ്ട് ഫ്ലാറ്റ് സർഫസിലെ ഫ്ലെക്സും കണ്ടാൽ ടോട്ടൽ ഫ്ലെക്സ് ആയി. പക്ഷേ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താ? ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. അത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ? ഫ്ലെക്സ് ഈക്വൽ ടു EA cos θ. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഫ്ലെക്സ് കാണാണ്, φ1. ഒന്നാമത്തെ സർഫസ് ഇതാണ്. ആ സർഫസിൻ്റെ ഏരിയ വെക്ടർ റേഡിയലി ഔട്ട്വേർഡ് ആണ്.
എ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എസ് എന്ന് കൊടുക്കാം, ഏതും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും എസും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 0. അപ്പോൾ φ1 ഈക്വൽ ടു ഇ ഇൻറ്റു എസ് കോസ് 0 എന്നാണ് വരിക. കോസ് 0 1 ആയതുകൊണ്ട് ഇ എസ് എന്നാണ് ഫസ്റ്റ് സർഫസിലെ ഫ്ലെക്സ് വരിക. രണ്ടാമത്തെ സർഫസിലെ ഫ്ലെക്സ് നോക്കുമ്പോൾ ഈ ഏരിയയുടെ വെക്ടർ വരിക ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടുമാണെങ്കിൽ തീറ്റ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ കിട്ടും. φ2 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇ ഇൻറ്റു എസ് കോസ് 180. ഇവിടുത്തെ ഏരിയ എസ് ആണെങ്കിൽ ഇവിടുത്തെ ഏരിയയും എസ് ആയിരിക്കും. കോസ് 180 എത്രയാ? -1 ആണ്. അപ്പോൾ -ES എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കർവ്ഡ് സർഫസിൽ ഏരിയ വെക്ടർ വരുന്നത് റേഡിയലി ഔട്ട്വേർഡ് ആണ്. ആ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിള് 90 ആണ്. അപ്പോൾ ആ φ3 എന്ന് പറയുന്നത് ES കോസ് 90 എന്നാണ് കിട്ടുക, ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലെക്സ് ആണ് കാണുന്നതെങ്കിൽ ടോട്ടൽ ഫ്ലെക്സ് ഈക്വൽ ടു ജസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ φ1 പ്ലസ് φ2 പ്ലസ് φ3 ആണ്, ഈക്വൽ ടു φ1 എന്ന് പറയുന്നത് ES ആണ്, φ2 മൈനസ് ES ആണ്, പ്ലസ് 0 ഈക്വൽ ടു 0. അപ്പോൾ ടോട്ടൽ ഫ്ലെക്സ് എത്രയാണ്? 0 ആണ്. ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇത് അകത്തോട്ട് കയറുന്നതും ഇത് പുറത്തോട്ട് ഇറങ്ങുന്നതുമാണ്. ഈ അകത്തോട്ടുള്ള ഫ്ലെക്സ് നെഗറ്റീവാണ് കിട്ടിയത്, പുറത്തോട്ടുള്ള ഫ്ലെക്സ് പോസിറ്റീവുമാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ രണ്ട് പോയിന്റുകൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഔട്ട്വേർഡ് ഫ്ലെക്സ് എന്തായിരിക്കും? പോസിറ്റീവാണ്. ഔട്ട്വേർഡ് ഫ്ലെക്സ് ഈക്വൽ ടു പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇൻവേർഡ് ഫ്ലെക്സോ നെഗറ്റീവാണ്. ഔട്ട്വേർഡ് ഫ്ലെക്സ് പോസിറ്റീവും ഇൻവേർഡ് ഫ്ലെക്സ് നെഗറ്റീവുമാണ് വരിക. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കൂടെ കിട്ടി. അടുത്ത NCERTയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണ്. ഒരു റീജിയണിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലാണ്. അത് 800 x⁻² ആണ് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ തരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് വേരിയബിൾ ആണ്. അടുത്തത്, ആ റീജിയണിലെ EY എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ EZും എന്താണ്? 0 ആണ്. അവിടെയുള്ള ഒരു സർഫസ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഒരു ക്യൂബിക്കൽ സർഫസ് ഉണ്ട്. ആ ക്യൂബിക്കൽ സർഫസിലൂടെയുള്ള ഫ്ലെക്സ് കാണണം. ഈ ക്യൂബിക്കൽ സർഫസ് നിൽക്കുന്നത് എക്സ് ആക്സിസിലാണ് ഇതിൻ്റെ ബേസ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ദാ ഇങ്ങനെയാണ് വരുന്നത് എന്ന് എക്സിലൂടെയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഒരു 0.2 മീറ്റർ ഞാൻ എടുക്കുകയാണ്. ടെക്സ്റ്റിൽ ഏതോ ഒരു വാല്യൂ ആണ്, ഉറപ്പില്ല. ഈ ക്യൂബിൻ്റെ സൈഡും 0.2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യൂബിലൂടെയുള്ള ടോട്ടൽ ഫ്ലെക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഈ സർഫസിലും മാത്രമേ ഫ്ലെക്സ് ഉള്ളൂ.
ആ സർഫസിൽ മാത്രമേ എന്തുള്ളൂ, ഫ്ലെക്സ് ഉള്ളൂ. കാരണം ഇവിടെ ഒക്കെ 90 ഡിഗ്രിയാണ് വരിക, ബാക്കി എല്ലാ സർഫസിലും 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ എത്ര സർഫസിലെ ഫ്ലെക്സ് ഉണ്ടാവുള്ളൂ? 2 സർഫസിൽ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാ, ഈ ഫസ്റ്റ് സർഫസിലെ ഏരിയ വെക്ടർ ദാ ഇങ്ങോട്ടായിരിക്കും, ഈ സെക്കൻഡ് സർഫസിലെ ഏരിയ വെക്ടർ ഔട്ട്വേർഡ് ആയിരിക്കും. ഈ ഒന്നാമത്തെ കേസിൽ വരുന്ന ആംഗിൾ എത്രയാവും? 180 ഡിഗ്രിയാണ്. ഈ രണ്ടാമത്തെ കേസിൽ വരുന്ന ആംഗിളോ അത് 0 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നിലെയും ഫ്ലെക്സുകൾ കാണാം. ഇപ്പം ഞാൻ ഒന്നാമത്തെ പോയിന്റിലെ ഫ്ലെക്സ് കാണുമ്പോൾ φ1 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണോ വേരിയബിൾ ആണോ? വേരിയബിൾ. അപ്പോൾ ഇൻ്റഗ്രൽ എന്നുള്ള ഇക്വേഷൻ ആണല്ലോ നമ്മൾ ഉപയോഗിക്കുക. അതിന് പകരം ES കോസ് തീറ്റ എന്ന് എഴുതിയാൽ മതി. കാരണം എന്താണെന്നറിയോ, നമ്മൾ എടുക്കുന്ന ഈ സർഫസിൽ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിമാണ്. കാരണം എക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ സർഫസിലേക്കുള്ള എക്സ് എല്ലാ പോയിന്റിലും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ എടുത്ത ആ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ES കോസ് തീറ്റ കൊടുത്താൽ മതി. ഇനി എന്താണ് ഈൻ്റെ ഇക്വേഷൻ? 800 എക്സ് റേസ്ഡ് 1/2 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ് ഇവിടെ വരിക. ഈ ദൂരം വരുന്നത് 0.2 മീറ്റർ ആണ്. ഞാനിത് തൽക്കാലം 0.1 മീറ്റർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 1 മീറ്റർ എന്ന് കൊടുക്കാം. ഈ ദൂരം എനിക്ക് തോന്നുന്നു അത് 1 മീറ്റർ ആണെന്ന് തോന്നുന്നു, അതോ 1 സെൻറ്റിമീറ്റർ ആണാവോ. ഏതായാലും നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ 1 മീറ്ററിൽ ചെയ്യാം. അപ്പോൾ ഈ സർഫസിലേക്കുള്ള എക്സ് വരുന്നത് 1 മീറ്റർ ആണ്. അപ്പോൾ ഞാൻ അവിടെ 1 റേസ്ഡ് 1/2 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, ഇൻറ്റു S1 എന്ന് പറയുന്നത് ഈ ഏരിയ, ആ ഏരിയ വരുന്നത് 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്, ഇൻറ്റു കോസ് 180 എത്രയാ? -1. അതാണ് ഒന്നാമത്തെ സർഫസിൽ ഫ്ലെക്സ് വരിക. രണ്ടാമത്തെ സർഫസിൽ എത്തുമ്പോൾ ഇതേ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 1 + 1 2 വരും. പിന്നെ ഇവിടെ തീറ്റ 0 ആണ്. അപ്പോൾ രണ്ടാമത്തെ സർഫസിലെ ഫ്ലെക്സ് കാണുമ്പോൾ E ഇൻറ്റു S2 കോസ് 0 ആണ്. E എന്ന് പറഞ്ഞാൽ 800 ഇൻറ്റു എക്സ് എത്രയാ? 2 റേസ്ഡ് 1/2 ഇൻറ്റു ഏരിയ എത്രയാ? 1 സ്ക്വയർ ഇൻറ്റു കോസ് 0 1 ആണ്. ഇത് ഇൻവേർഡ് ഫ്ലെക്സ് ആണ്, അതാ നെഗറ്റീവ് വന്നത്. ഇത് ഔട്ട്വേർഡ് ഫ്ലെക്സ് ആണ്, അതാ പോസിറ്റീവ് വന്നത്. അപ്പോൾ ടോട്ടൽ ഫ്ലെക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? φ1 + φ2 ചെയ്താൽ മതി വിത്ത് സൈൻ. അപ്പോൾ നമുക്കവിടെ ഫ്ലെക്സ് കിട്ടും. ഇതാണ് ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ്. ഞാൻ അതുപോലെ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, വാല്യൂസിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഫ്ലെക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നമ്മൾ എന്തിനാണ് ഈ ചാപ്റ്റർ പഠിച്ചത് എന്ന് ചോദിച്ചാൽ ഗോസ് തിയറം പഠിക്കാനാണെന്ന് പറയാം. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ ഗോസ് തിയറത്തിന്. ഗോസ് തിയറം ഫ്ലെക്സുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. എന്താണ് ഗോസ് തിയറം പറയുന്നത് എന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു ക്ലോസ്ഡ് സർഫസിനെ അസ്യൂം ചെയ്തു. ഈ ക്ലോസ്ഡ് സർഫസിനകത്ത് Q1 എന്ന ചാർജും Q2 എന്ന ചാർജുമുണ്ട്. ഇതിന് പുറത്ത് Q3 എന്ന ചാർജും ഉണ്ടെങ്കിൽ ഈ 2 ചാർജുകളെ കൊണ്ട് ഈ ക്ലോസ്ഡ് സർഫസിലൂടെ ഫ്ലെക്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലെക്സ് അത് കാണാനുള്ള ഇക്വേഷനാണ് ഗോസ് തിയറം തരിക. ടോട്ടൽ ഫ്ലെക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് the net charge enclosed by the surface. ഇതാണ് ഗോസ് തിയറം. നമ്മൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലെക്സ് കണ്ടാൽ
ആ ടോട്ടൽ ഫ്ലെക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് ഇങ്ങനെ എഴുതാം: ഫൈ ടോട്ടൽ ഈക്വൽ ടു ക്യൂ ഇൻസൈഡ്, ഞാനെടുത്ത ക്ലോസ്ഡ് സർഫസിനകത്തുള്ള ചാർജ് ഡിവൈഡഡ് ബൈ ε0 ആയിരിക്കും എന്നുള്ളതാണ് ഗോസ് തിയറം. അപ്പോൾ നമ്മളെ ഈ പിക്ചറിൽ ഇൻസൈഡ് ചാർജ് Q1 Q2 ആണ്, Q3 ഇല്ല. അപ്പോൾ ഇവിടെ വരുന്നത് ഫൈ ടോട്ടൽ ഈക്വൽ ടു Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ ε0 എന്നാണ് വരിക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പഠിച്ചു വെക്കണം. ടോട്ടൽ ഫ്ലെക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ ആക്കിയത് എന്ന് നോക്കണം. ഫൈ ടോട്ടൽ ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് ബൈ ε0. ആ രീതിയിലാണ് നമ്മൾ അതിനെ ഇക്വേഷൻ ആക്കുക. നമുക്ക് ഈ ഗോസ് തിയറം ഈ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇലക്ട്രിക് ഫീൽഡുകൾ കണ്ടെത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരിക. നമുക്ക് ഈ ഗോസ് തിയറത്തിൻ്റെ പ്രൂഫ് നോക്കാം. ഗോസ് തിയറത്തിൻ്റെ പ്രൂഫ് ബോർഡ് എക്സാമിന് സാധാരണ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ പ്രൂഫ് ഒന്ന് നോക്കണം. നമ്മൾ ആദ്യം ഒരു Q എന്ന ചാർജിന് ചുറ്റും R റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിനെ അസ്യൂം ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം Q എന്ന ചാർജ് എടുത്തു, അതിനു ചുറ്റും R റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിനെ അസ്യൂം ചെയ്തു. ഇതിൽ ഏരിയ വെക്ടർ സ്മോൾ ഏരിയ വെക്ടർ DS എന്ന് കൊടുത്തു. ഞാൻ ഇവിടെ ഒരു ചെറിയ ഏരിയ വെക്ടർ, ഇതൊരു +Q ആണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആവും. റേഡിയലി ഔട്ട്വേർഡ് ആണെങ്കിൽ അവിടെ തീറ്റ എത്രയാവും? 0. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൂഫ് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? കൺസിഡർ എ സ്ഫെറിക്കൽ ഗോഷിയൻ സർഫസ്. ശ്രദ്ധിക്കണം, ആരാണിവൻ? സ്ഫെറിക്കൽ ഗോഷിയൻ സർഫസ്. അങ്ങനെ ഒരു സർഫസ് അസ്യൂം ചെയ്തു. അറൗണ്ട് എ പോയിന്റ് ചാർജ് +Q. ഒരു +Qന് ചുറ്റും നമ്മളൊരു ഗോഷിയൻ സർഫസ് എടുത്തു. എന്നിട്ട് അതിൽ ഇലക്ട്രിക് ഫീൽഡും DS ഒക്കെ അടയാളപ്പെടുത്തി. ആ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലെക്സ് കാണാനാണ് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ E.ds എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഫ്ലെക്സ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സർഫസ് ഇൻ്റഗ്രൽ E.ds ആണ്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സർഫസ് ഇൻ്റഗ്രൽ E.ds ഈക്വൽ ടു, ഇവിടെ ഒരു പ്രത്യേകത, R ഡിസ്റ്റൻസ് അകലെ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിൽ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ DS അങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്, പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? 1/4πε0 ഇൻറ്റു Q/r². അതായിരുന്നു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. അതിനു മുമ്പ് ഇവിടെ നമ്മളൊരു ചെറിയ ഏരിയ DS കൺസിഡർ ചെയ്തു. ആ DSനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ സ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. സ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ എത്രയാ? E ഇൻറ്റു 4πr² ആണ്. ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ വരിക 4πr² ആണ്. ഇനി നമ്മൾ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1/4πε0 ഇൻറ്റു Q/r² ആണ്. ഇൻറ്റു 4πr² എന്നവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4πr² 4πr² കട്ട് ചെയ്തു പോകും. ഈക്വൽ ടു എന്താ കിട്ടുക? Q/ε0.
ആരാണിത്? ഫൈ ടോട്ടൽ. ഫൈ ടോട്ടൽ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇതാണ് ഗോസ് തിയറത്തിൻ്റെ പ്രൂഫ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഗോസ് തിയറത്തിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കണം. ഫൈ ടോട്ടൽ ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ 0. അതാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഗോസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. ഒന്ന്, ഫൈ ടോട്ടൽ ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ 0. അല്ലെങ്കിൽ ഫൈ ടോട്ടലിന് എങ്ങനെ എഴുതാം? സർഫസ് ഇൻ്റഗ്രൽ ഈ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ 0. ഈ രണ്ടാലൊരു രീതിയിലായിരിക്കും നമ്മൾ ഗോസ് തിയറത്തിൻ്റെ ഇക്വേഷൻസ് കാണുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് തിയറമാണ്. അപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് തിയറം പറയുന്നതിന് മുമ്പ് നമുക്ക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് അറിയേണ്ടതായിട്ടുണ്ട്. ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഒന്നാമതായിട്ട് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ലൈൻ, ആ ലൈനിൽ ആകമാനം ചാർജ് കൊടുത്താൽ ഒരു ചാർജ് അല്ല, കുറേ ചാർജുകൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒരു ലൈനിൽ നമ്മൾ അങ്ങനെ ചാർജ് കൊടുത്താൽ നമ്മൾ അതിന് വിളിക്കും ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് L ആണെങ്കിൽ ഇതിലുള്ള ടോട്ടൽ ചാർജ് ക്യൂമാണെങ്കിൽ ഇവിടെ ഒരു ടേം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഇതാണ്, ലാംഡ. ലാംഡ എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, Q/L. അതിനെ നമ്മൾ വിളിക്കും ലീനിയർ ചാർജ് ഡെൻസിറ്റി. അടുത്തത് ഈ ലാംഡ തന്നെ ഇതിലെ ഡി എൽ എന്ന ഒരു ചെറിയ ലെങ്ത്തിൽ ഡി ക്യു എന്ന ചാർജാണ് ഉള്ളതെങ്കിൽ, ഡി എൽ എന്ന ചെറിയ ലെങ്ത്തിൽ ഡി ക്യു എന്ന ചാർജാണ് ഉള്ളതെങ്കിൽ ആ ലാംഡയെ നമുക്ക് എന്ത് വിളിക്കാം? ഡി ക്യു ബൈ ഡി എൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാംഡ ഈക്വൽ ടു ഡി ക്യു ബൈ എൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് എന്നും എഴുതാം. ഇതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇതേപോലെ നമുക്ക് വരുന്നതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുത്തത് ഒരു ലൈനിലാവില്ല, മറിച്ച് ഒരു സർഫസിലാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ്, ആ ഷീറ്റിൽ ടോട്ടലായിട്ട് നമ്മളൊരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെയാണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. ഇതിലുള്ള ടോട്ടൽ ചാർജാണ് ക്യൂ എങ്കിൽ എ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ആണെങ്കിൽ സിഗ്മ എന്ന് പറയുന്ന ഒരാളുണ്ട്. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഇതിനെ വിളിക്കും സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇതിൻ്റെ പേരാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്, ഇതിനെ നമ്മൾ വിളിക്കുക സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇനി ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഏരിയ ഡി എ കൺസിഡർ ചെയ്തു, അതിലുള്ള ചാർജാണ് ആര്? ഡി ക്യു എങ്കിൽ ഡി ക്യു ബൈ ഡി എ എന്നും കൂടെ വേണമെങ്കിൽ പറയാം. അപ്പം ലാംഡ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്യൂ ബൈ എൽ ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്യൂ ബൈ എ ആണ്, ഏരിയ. ഇതേപോലെ ഒരാളും കൂടെ നമുക്ക് വരും, അതാണ് വോള്യം
ചാർജ് ഡെൻസിറ്റി. വോള്യം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ടോട്ടൽ വോള്യം ഉള്ള ഒരു ബോഡിയുടെ എല്ലാ ഭാഗത്തും ആ ബോഡിയുടെ ടോട്ടൽ വോള്യത്തിൽ നമ്മൾ ചാർജുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ടോട്ടൽ ചാർജാണ് Q എങ്കിൽ ഇതിൻ്റെ ടോട്ടൽ വോള്യമാണ് V എങ്കിൽ ഇവിടെ റോ എന്ന ഒരാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം. ഇതിനെ നമ്മൾ വിളിക്കും വോള്യം ചാർജ് ഡെൻസിറ്റി. അടുത്തത് ചെറിയ ഒരു വോള്യം ഉപയോഗിച്ചും പറയാം dQ/dV. അപ്പൊ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു 3 ഇക്വേഷൻ ആണ് നിങ്ങൾ കണ്ടത്. അത് നമുക്ക് ചില ഡെറിവേഷൻസിലും ചില പ്രോബ്ലം ചെയ്യുന്നിടത്തൊക്കെ ആവശ്യമായിട്ട് വരും. 3 ഇക്വേഷൻ. ലീനിയർ ചാർജ് ഡെൻസിറ്റി സിമ്പൽ ആരാ? ലാംഡ ഈക്വൽ ടു എന്ത് എഴുതാം? Q/L. അല്ലെങ്കിലോ ലാംഡ ഈക്വൽ ടു dQ/dL. അടുത്തതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ആരാണ് സിഗ്മ? Q/A. അല്ലെങ്കിൽ സിഗ്മയെ എങ്ങനെ എഴുതാം? dQ/dA. അടുത്ത ആളായിരുന്നു വോള്യം ചാർജ് ഡെൻസിറ്റി റോ. ആരാണ് റോ? Q/V. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? dQ/dV. അപ്പൊ നമ്മൾ ഒരുപാട് ടേംസിനെ ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ടേംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാംഡ, സിഗ്മ, റോ. ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോള്യം ചാർജ് ഡെൻസിറ്റി. ഈ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇത് ഗോസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻസ് പറയുമ്പോൾ നമുക്ക് ആവശ്യമായി വരും. എന്താണ് ഗോസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻസ്? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പൊ ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രൂഫുകളാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടുന്ന് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. അപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് തിയറം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് തന്നെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഒന്നാമത്തെ അപ്ലിക്കേഷൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് യൂസിങ് ഗോസ് തിയറം. പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് എന്ത് ചെയ്യണം? നമ്മളൊരു ഗോസ് തിയറം ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രൂഫ് നോക്കിക്കോളൂ. എല്ലാം എഴുതുന്നത് ഒരേ രീതിയിലായിരിക്കും. ഞാനൊരു ചാർജ് Q എന്ന ഒരു ചാർജിനെ അസ്യൂം ചെയ്തു. ആ ചാർജിന് ചുറ്റും ഒരു സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇത് നമ്മൾക്ക് ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഒരു Q എന്ന ചാർജ് ഉണ്ട്. ഇതിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ എന്ത് കാണണം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ ആ പോയിന്റ് ഉൾക്കൊള്ളുന്ന ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുക. ആ ഗോഷ്യൻ സർഫസ് സിമ്മട്രിക് ആവണം. സിമ്മട്രിക് ആവണം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലുള്ള അതേ ഇലക്ട്രിക് ഫീൽഡ് ആവണം ഇവിടെ, അതന്നെ ആവണം എല്ലാ പോയിന്റുകളിലും. അപ്പൊ ഗോഷ്യൻ സർഫസ് എന്താവണം? സിമ്മട്രിക് ആവണം. സിമ്മട്രിക് ആവണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഗോഷ്യൻ സർഫസ് സിമ്മട്രിക് ആവണോ? ആവണ്ട, നിർബന്ധമില്ല. പക്ഷെ സിമ്മട്രിക് ആയാലുള്ള ഉപകാരം എന്താണ്? ആൻസർ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ സിമ്മട്രിക് ആയിട്ടുള്ള ഗോഷ്യൻ സർഫസ്. അപ്പോൾ നമ്മൾ ഇതാരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഗോഷ്യൻ സർഫസ്. ഇനി ഇതൊരു +Q ആണെന്ന് കരുതുക. ഞാനിവിടെ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു. അതിൻ്റെ ഏരിയ വെക്ടർ നോർമലി ഔട്ട്വേർഡ് ആവുമല്ലോ. അങ്ങനെയാണെങ്കിൽ
ഈ പ്ലസ് ക്യൂവിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡും റേഡിയലി ഔട്ട്വേർഡ് ആണ്. അപ്പോൾ ആ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും തീറ്റ എത്രയാണ്? 0. നമ്മൾ ചെയ്യുന്ന എല്ലാ ഡെറിവേഷൻസിലും ഒന്നുകിൽ തീറ്റ 0 ആയിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പുകൾ നോക്കണം കേട്ടോ. നമ്മൾ ആദ്യം എഴുതി കൺസിഡർ എ സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് അറൗണ്ട് എ പോയിന്റ് ചാർജ്. എന്നിട്ട് നമ്മൾ ഈ പിക്ചർ വരക്കും. അത് വരച്ചിട്ട് ഇങ്ങനെയാണ് ഡെറിവേഷൻസ് തുടങ്ങാം. അക്കോർഡിംഗ് ടു ഗോസ് തിയറം. ഗോസ് തിയറം പ്രകാരം എന്താ ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ? സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ 0. അടുത്ത സ്റ്റെപ്പില് ഈ ഇയെ ഞാൻ പുറത്തെടുക്കും. ഈ സർഫസ് ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ 0. എത്രയാണ് ക്യൂ ഇൻസൈഡ്? ഇതിനകത്തുള്ള ചാർജ് ക്യൂ ആണ്. അപ്പോൾ ക്യൂ ഇൻസൈഡിൻ്റെ അവിടെ ക്യൂ കൊടുത്തു. അപ്പോൾ നമുക്ക് ഈനെ പുറത്തെടുക്കാൻ കാരണം ഈ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അടുത്തത് സർഫസ് ഇന്റഗ്രൽ ഡി എസ്. ഒരു സ്ഫിയറിന്റെ ടോട്ടൽ ഏരിയ എത്രയാ? 4πr² ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. നമുക്കറിയാം ഒരു സ്ഫിയറിന് ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് 4πr² ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 4πr² അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ വരുന്നത് 1/4πε0 ഇൻറ്റു ക്യൂ ബൈ r² ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്തത് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു യൂസിങ് ഗോസ് തിയറം. അപ്പോൾ ഈ പ്രൂഫ് നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ നമുക്ക് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് മുമ്പ് കിട്ടിയതാണ്. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് ഗോസ് തിയറം ഉപയോഗിച്ചിട്ടാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇതാണ്. ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്ഫിയർ. ഇത് സോളിഡ് സ്ഫിയർ ആവാം, അല്ലെങ്കിൽ ഷെല്ലാവാം. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണ് എന്നുള്ളത്. നോൺ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്ന പോലെ അല്ല ചെയ്യുക, മാറ്റമുണ്ടാവും. അപ്പോൾ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെത് ഇങ്ങനെയാണ് ചെയ്യുക. നോക്കൂ, കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ സ്ഫിയർ ഉണ്ടാവാം. ഒന്ന് സോളിഡ് ആണ്, മറ്റൊന്ന് ഹോളോ സ്ഫിയർ ആണ്. കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ ഇത് രണ്ടും ഒരുപോലെയാണ്. കാരണം ഈ സോളിഡ് സ്ഫിയറിന് ഇവിടെ രണ്ട് ചാർജ് കൊടുത്താൽ അത് അവിടെ നിൽക്കൂല എന്ന് നമ്മൾ മുമ്പ് കണ്ടിരുന്നു. അത് എവിടെ പോയി നിൽക്കും? സർഫസിൽ പോയി നിൽക്കും. ഇനി ഇത് ഹോളോസ്ഫിയർ ആണെങ്കിൽ പിന്നെ നമുക്ക് ആ ചാർജ് എവിടെ കൊടുക്കാൻ പറ്റുള്ളൂ? അതിൻ്റെ സർഫസിലേ കൊടുക്കാൻ പറ്റുള്ളൂ. സ്ഫിയറിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിയുള്ളൂ. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളോട് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞു. അത് കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ സോളിഡ് ആവട്ടെ ഹോളോ ആവട്ടെ, ഹോളോ സ്ഫിയറിനെയാണ് നമ്മൾ ഷെല്ല് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോളിഡ് സ്ഫിയർ ആവട്ടെ ഹോളോ സ്ഫിയർ ആവട്ടെ, ഇതിൻ്റെ രണ്ടും ഒരേപോലെയാണ്. കാരണം ചാർജ് എവിടെയാ റെസ്റ്റ് ചെയ്യുക? സർഫസിലാണ്. അപ്പോൾ സർഫസിലെ ചാർജ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ട് ഡെറിവേഷൻ ആണെന്നുള്ള കാര്യം വെക്കണം. സോളിഡ് ആണെങ്കിലും ശരി, ഹോളോ ആണെങ്കിലും ശരി. പക്ഷേ എന്താ അതിൻ്റെ പ്രത്യേകത? കണ്ടക്റ്റിംഗ് ആണ്. കണ്ടക്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ആ സ്ഫിയർ കൺസിഡർ ചെയ്യാൻ പോവാം. ഒരു ചാർജ്ഡ് സ്ഫിയർ ഇവിടെ നമ്മൾ വരച്ചു. എന്താണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ഫിയറിന്റെ സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ
ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഗോഷ്യൻ സർഫസ് അസ്യൂം ചെയ്തു. സിമ്മട്രിക് ആണോ? ആണ്. സിമ്മട്രിക് ആണെന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഒരേ ദൂരമായതുകൊണ്ട് ഈ ഗോഷ്യൻ സർഫസിലെ ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് ഗോഷ്യൻ സർഫസ്. അപ്പോൾ ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആവണ ഒരു രീതിയാണ് നമ്മൾ എടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, നമ്മളിവിടെ കൺസിഡർ ചെയ്ത പോയിന്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ ആണ്. നമുക്ക് 3 പോയിന്റിലായിട്ട് കാണേണ്ടി വരും. ഒന്ന്, ഔട്ട്സൈഡ് ദ സ്ഫിയർ ഇലക്ട്രിക് ഫീൽഡ് എത്രയാ, സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാ, ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാ. അപ്പോൾ നമുക്കൊരു കണ്ടക്ടിങ് സ്ഫിയറിന്റെ 3 ഇലക്ട്രിക് ഫീൽഡുകൾ കാണണം. ഒന്ന് ഔട്ട്സൈഡ്, സർഫസ്, ഇൻസൈഡ്. ഇപ്പൊ നമ്മൾ എവിടെയാ കാണുന്നത്? ഔട്ട്സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. അക്കോർഡിംഗ് ടു ഗോസ് തിയറം. ഇത് ഒരുപാട് തവണ എന്നും ഇതന്നെയാ ചോദിക്കുക കേട്ടോ. ഗോസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ. അക്കോർഡിംഗ് ടു ഗോസ് തിയറം എങ്ങനെ എഴുതാം? നമ്മൾ ഇക്വേഷൻ പറയൂ. സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ഈ സ്ഫിയറിന് കൊടുത്ത ചാർജ് ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യാം. ടോട്ടൽ ഇതിന് കൊടുത്ത ചാർജ് എത്രയാ? ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോയിന്റിൽ ഒരു ചെറിയ ഒരു വെക്ടർ ഡി എസ് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. പോസിറ്റീവ് ചാർജ് എന്ന് റേഡിയലി ഔട്ട്വാർഡ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരുന്നു. അതുകൊണ്ട് തീറ്റ എത്രയാണ്? 0 ആണ്. പിന്നെ ഈ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിനെ പുറത്തെടുക്കാം. ബാക്കി വരുന്നത് ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് എത്രയാ? ക്യൂ ബൈ എപ്സിലോൺ 0. ഇവിടെ ആ ഇലക്ട്രിക് ഫീൽഡിനെ പുറത്തെടുക്കാൻ എന്തേ കാരണം? അത് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഡി എസ്, നമ്മുടെ ഗോഷ്യൻ സർഫസിന്റെ ഇന്റഗ്രൽ ഡി എസ്, ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അത് നമ്മൾ കണ്ടതാ. ഇ ഇൻറ്റു 4πr² ആണ് ഇന്റഗ്രൽ ഡി എസ്. ഈക്വൽ ടു ആരാ? ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പോ ഒരു സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ ടു ആരാണ്? 4πr². അപ്പോ ഒരു ചാർജ്ഡ് കണ്ടക്ടിങ് സ്ഫിയറിന്റെ പുറത്തെ ഇലക്ട്രിക് ഫീൽഡ് അപ്പോൾ നമ്മൾ കാണുന്നത്, ആ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നോക്കൂ നിങ്ങൾ. നമ്മൾ പണ്ട് പോയിന്റ് ചാർജിന് പഠിച്ച അതേ ഇക്വേഷനാണ് കിട്ടുക. ഈ ഔട്ട്സൈഡ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ r². അപ്പൊ ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടുക 1/4π എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ r² ആണ്. ഇത് പോയിന്റ് ചാർജിന് നമ്മൾ പഠിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഇക്വേഷൻ തന്നെയാണത്. ഇനി നമുക്ക് കാണേണ്ടത് സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇപ്പൊ നമ്മൾ കണ്ടു. ഇതേ ചാർജ്ഡ് സ്ഫിയറിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ നോക്കൂ, ഈ ഔട്ട്സൈഡ് നിങ്ങൾ ഡിറൈവ് ചെയ്ത് കൊടുക്കുക. ഔട്ട്സൈഡിന്റെ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ 1/4π എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ r² ആണ്. ഇനി സർഫസിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ അകത്ത് ആ സ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെങ്കിൽ അപ്പോ അറ്റ് സർഫസിൽ നോക്കണ നേരത്ത് ഇതേ മാറ്റം വരൂ. അറ്റ് സർഫസ് ആവുമ്പോൾ സ്മോൾ r ഈക്വൽ ടു ആരാവും? ക്യാപിറ്റൽ R. അങ്ങനെയാണെങ്കിൽ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ കിട്ടുക? 1/4π എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ക്യാപിറ്റൽ R². ഇതാണ് സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ
ഇക്വേഷൻ വരിക. ഇതായിരുന്നു ഔട്ട്സൈഡ് വന്നത്. ഇനി നമുക്ക് ഒരു പോയിന്റിലും കൂടെ കാണാനുണ്ട്. അത് ഈ സ്ഫിയറിന് അകത്താണ്. നോക്കൂ, അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇടക്കിടക്ക് അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നോക്കണം നമ്മൾ. എനിക്ക് ഈ സ്ഫിയറിന്റെ അകത്താണ് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ടതെങ്കിൽ ആ ചാർജ്ഡ് സ്ഫിയർ ഇവനായിക്കോട്ടെ. ഇതിൽ നമ്മൾ ചാർജ് കൊടുത്തപ്പോൾ സോളിഡ് ആവട്ടെ ഹോളോ ആവട്ടെ ആ ചാർജുകളൊക്കെ അതിൻ്റെ സർഫസിൽ വന്ന് നിൽക്കും. അങ്ങനെയാണെങ്കിൽ അകത്തുതാ ഈ പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ടതെങ്കിൽ ആ പോയിന്റ് ഉൾക്കൊള്ളുന്ന ഒരു ഗോഷിയൻ സർഫസ് കൺസിഡർ ചെയ്തു. ആ അകത്തുള്ളത് ആരാണ്? ഗോഷിയൻ സർഫസാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഗോഷിയൻ സർഫസിനകത്താണോ പുറത്താണോ ഈ ചാർജ്? പുറത്താണ്. അപ്പോ ഇതിന്റെ ക്യൂ ഇൻസൈഡ് എത്രയാ? 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം അക്കോർഡിംഗ് ടു ഗോസ് തിയറം. ഇതെന്താ വായിക്കുക? അക്കോർഡിംഗ് ടു ഗോസ് തിയറം. എന്താ അതിന്റെ ഇക്വേഷൻ? സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ 0. പക്ഷേ സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് 0 ആണെങ്കിൽ ഏരിയ 0 ആവാൻ കഴിയില്ല. പിന്നെ ആരെ 0 ആവാൻ പറ്റുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇതിനകത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? 0. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ചാർജ്ഡ് കണ്ടക്ടിങ് സ്ഫിയറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3 പോയിന്റുകളിൽ വന്ന ഇക്വേഷൻസ് ഒന്ന് കൂട്ടിയിട്ട് എഴുതി നോക്കാം. ഒന്ന് നമുക്ക് വേണ്ടത് ഔട്ട്സൈഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡിന്റെ ഇക്വേഷൻ വന്നത് 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ സ്മോൾ ആർ സ്ക്വയർ. അടുത്തത് വന്നത് സർഫസിന്റെ ഇക്വേഷൻ 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? 0. ഇതാണ് ഒരു ചാർജ്ഡ് സ്ഫിയറിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് വരിക. ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ഔട്ട്സൈഡിന്റെ ഇക്വേഷൻ, ചാർജ്ഡ് സ്ഫിയറിന്റെ ഔട്ട്സൈഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷന് സമാനമാണ്. പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷന് സമാനമാണെങ്കിൽ ചാർജ്ഡ് സ്ഫിയർ ആക്ട് ലൈക്ക് എ പോയിന്റ് ചാർജ്. ചാർജ്ഡ് സ്ഫിയർ ആക്ട് ലൈക്ക് എ പോയിന്റ് ചാർജ്. ഈ കാരണത്താലാണ് നമ്മൾ കൂളംസ് ലോ പോയിന്റ് ചാർജുകൾക്കാണ് പഠിച്ചതെങ്കിലും കൂളംസ് ലോന്റെ ക്വസ്റ്റ്യൻസിൽ സ്ഫിയറുകൾ കയറി വന്നത്. അപ്പൊ നോക്കൂ, സ്ഫിയറുകൾ ഔട്ട്സൈഡ് പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അത് പോയിന്റ് ചാർജ് ആയിട്ട് ആക്ട് ചെയ്യും. ആ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ചാർജ് എല്ലാം കൂടെ ആ സ്ഫിയറിന്റെ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്തു പോയാൽ മതി. അപ്പൊ സ്ഫിയർ വരുമ്പോൾ ഈ കാര്യം ഓർത്തു വെക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജ്ഡ് സ്ഫിയർ ആക്ട് ലൈക്ക് എ പോയിന്റ് ചാർജ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഗോസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻസിലെ രണ്ടാമത്തെ ആളാണ്. ഇനി മൂന്നാമത്തെ അപ്ലിക്കേഷൻ നോക്കാം. മൂന്നാമത്തെ അപ്ലിക്കേഷൻ വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ലൈൻ ഓഫ് ചാർജ്. ഇൻഫിനിറ്റ് ലൈൻ ഓഫ് ചാർജ്. ഞാൻ ഇതിന്റെ പിക്ചർ അവിടെയാണ് വരക്കുന്നത്. ഇങ്ങോട്ടൊന്ന് നോക്കുക. ഇവിടെ നമ്മൾ ഒരു ഇൻഫിനിറ്റ് ലൈൻ ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ കുറേ ലെങ്ത് ഉണ്ട്. ഇൻഫിനിറ്റ് ലെങ്ത് ആണ്.
അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും ഫൈനൈറ്റ് ലെങ്ത്തിൻ്റെത് ഇപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കുന്നില്ല. ഇൻഫിനിറ്റ് ലൈൻ ഓഫ് ചാർജ്. അപ്പോൾ ഈ ലൈനിൽ ടോട്ടൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ചാർജ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫിനിറ്റ് ലൈനിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. അങ്ങനെയാണെങ്കിൽ ലീനിയർ ചാർജിന് ചുറ്റും സിമ്മട്രിക്കലായിട്ട് ഞാനൊരു സർഫസ് കണ്ടെത്തും. ആ ലൈനിന് ചുറ്റും സിമ്മട്രിക്കലായിട്ട് വരുന്ന സർഫസ് ഒരു സിലിണ്ടർ ആയിരിക്കും. അപ്പൊ നോക്കൂ, ഈ ഡെറിവേഷനിൽ ലീനിയർ ചാർജിന്റെ ഗോഷിയൻ സർഫസ് സിലിണ്ട്രിക്കലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ആ സിലിണ്ടറിന്റെ ലെങ്ത് വരുന്നത് L ആണ്. അതേപോലെ അതിനകത്ത് വന്ന ചാർജ് Q ആണ്. ആ സിലിണ്ടറിന്റെ ലെങ്ത് വരുന്നത് L ആണ്, ചാർജ് Q ആണ്. ഇവിടെ നമ്മൾ ഫ്ലെക്സ് കാണുന്ന സമയത്ത് ആദ്യം ഈ കർവ്ഡ് സർഫസിൽ ഉണ്ടാവാം. കർവ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ DS വരിക. ആ DS റേഡിയലി ഔട്ട്വേർഡ് ആണ്. ആ ഏരിയയിലൂടെ ഈ പോസിറ്റീവ് ചാർജ് എന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാലും റേഡിയലി ഔട്ട്വേർഡ് ആണ്. അപ്പൊ അവിടെ തീറ്റ എത്രയാ വരിക? 0 ഡിഗ്രി ആണ്. ഇത് ഞാൻ എടുക്കുന്നത് ഒന്നാമത്തെ സർഫസ് ആയിട്ടാണ്. ഇനി മറ്റൊരു സർഫസ് ഇവിടെ എടുക്കാം. ഈ ഫ്ലാറ്റ് സർഫസിൽ ഇവിടെ വരുന്നത് റേഡിയലി ഔട്ട്വേർഡ് ആണ്. ആര്? ഏരിയ വെക്ടർ. ഇതൊക്കെ പ്ലസ് ചാർജുകൾ ഇവിടെ ഉണ്ട്. പ്ലസ് ചാർജിൽ നിന്ന് ഇങ്ങോട്ടാണ് ആര്? ഇലക്ട്രിക് ഫീൽഡ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ തീറ്റ എത്രയാ? 90 ഡിഗ്രി. ഇവിടെ ഞാനിത് രണ്ടാമത്തെ സർഫസ് ആണ് എടുത്തത്. ഇനി ഇവിടെ മറ്റൊരു സർഫസ് കൺസിഡർ ചെയ്യുന്നു. താഴ്ഭാഗത്ത് ഇതിൻ്റെ ഏരിയ വെക്ടർ എങ്ങോട്ടാ? താഴോട്ട്. ആകെ പോസിറ്റീവ് ചാർജുകളാണ്. പോസിറ്റീവ് ചാർജ് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടല്ലേ വരിക. അപ്പൊ ഇവിടെയും തീറ്റ എത്രയാ? 90 ഡിഗ്രി. ഇത് ഞാൻ എടുക്കുന്നത് മൂന്നാമത്തെ സർഫസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഡെറിവേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഗോസ് തിയറം. അങ്ങനെയാണല്ലോ നമ്മൾ തുടങ്ങുക. അക്കോർഡിംഗ് ടു ഗോസ് തിയറം, സർഫസ് ഇന്റഗ്രൽ E dot ds equal to Q inside by epsilon 0. സർഫസ് ഇന്റഗ്രൽ E dot ds എന്ന് പറഞ്ഞാൽ അവിടെ 3 തരം സർഫസാ വരിക. ഒന്നാമത്തെ സർഫസിൽ ഒരു ഫ്ലെക്സ് ഉണ്ട്, E dot ds 1 പ്ലസ് രണ്ടാമത്തെ സർഫസ് ഉണ്ട് E dot ds 2 പ്ലസ് മൂന്നാമത്തെ സർഫസ് ഉണ്ട് E dot ds 3 ഈക്വൽ ടു Q ഇൻസൈഡ് എത്രയാ? Q ബൈ എപ്സിലോൺ 0. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സർഫസിൽ തീറ്റ എത്രയാ? 0. തീറ്റ ഈക്വൽ ടു 0 ആണ്. രണ്ടാമത്തെ സർഫസിൽ തീറ്റ എത്രയാ? 90. അപ്പൊ കോസ് 90 വരുമ്പോൾ അത് 0 ആയി പോകും. ഈ ടേം ഇല്ലാണ്ടായി. ഇവിടുത്തെ തീറ്റ എത്രയാ? 90 ഡിഗ്രി. അപ്പോ ഈ ഫ്ലെക്സ് 0 ആയി, ഈ ഫ്ലെക്സും 0 ആയി. ഇനി ബാക്കിയുള്ളത് ഒന്നാമത്തെ ആ കർവ്ഡ് സർഫസ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കർവ്ഡ് സർഫസിന്റെ സർഫസ് ഇന്റഗ്രൽ E dot ds 1 ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. പക്ഷെ ആ കർവ്ഡ് സർഫസ് എല്ലാം ഒരേ അകലത്തിലാണ്. അപ്പോ
അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇയെ നമുക്ക് പുറത്തെടുക്കാം. സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് 1 = Q/ε0. ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് ടോട്ടൽ സർഫസ് ഏരിയ 2πRL ആണ്. 2πRL. അങ്ങനെയാണെങ്കിൽ E × 2πRL = Q/ε0. ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയ എത്രയാ? 2πRL. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടില്ലേ? ഇവിടെ നോക്കണേ, നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കിട്ടാൻ ആ 2πRL താഴെ കൊണ്ടുപോയാലും മതി. എന്നിട്ട് ഞാൻ ആ ഇക്വേഷൻ എഴുതാൻ പോവാം. ലാസ്റ്റ് നമുക്ക് വന്ന ഇക്വേഷൻ E × 2πRL = Q/ε0 എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വരുന്നത് E = Q/2πRL∈0 എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവനാരാന്ന്? Q/L ആണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാംഡ. അപ്പോൾ E = λ/2πε0R. ഇതാണ് ഇൻഫിനിറ്റ് ലൈൻ ഓഫ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വരിക. λ/2πε0R. അപ്പോൾ നമ്മൾ ഒരുപാട് അപ്ലിക്കേഷൻസ് ഇങ്ങനെ ചെയ്തു പോവാണ്. ആ അപ്ലിക്കേഷനിൽ വന്നത് λ/2πε0R. അടുത്ത ഗോസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ് എന്ന്. ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ പിക്ചർ ഞാൻ ഇവിടെ വരക്കാം. ഇങ്ങനെ ഒരു ഷീറ്റ്, ആ ഷീറ്റ് ചെറുതല്ല, ഇൻഫിനിറ്റാണ്. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഷീറ്റിന് നമ്മൾ ചാർജും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഷീറ്റിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ വീണ്ടും നമ്മളൊരു സിലിണ്ട്രിക്കൽ ഗോഷിയൻ സർഫസ് കൺസിഡർ ചെയ്യാണ്. ആ സിലിണ്ട്രിക്കൽ ഗോഷിയൻ സർഫസ് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ 3 സർഫസുകളാണ് പരിഗണിക്കുന്നത്. ഒന്ന് ഇവിടെ ഒരു ചെറിയ ഡി എസ്, വെക്ടർ ഡി എസ് റേഡിയലി ഔട്ട്വേർഡാണ്. ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡും റേഡിയലി ഔട്ട്വേർഡാണ്. ഇനി ഇതാണ് ഒന്നാമത്തെ സർഫസ് എങ്കിൽ ഇവിടെ തീറ്റ എത്രയാ? 0 ഡിഗ്രി. ഇവിടെ നമ്മളൊരു ചെറിയ ഡി എസ് കൺസിഡർ ചെയ്താൽ വെക്ടർ ഡി എസ്, ഏരിയ വെക്ടർ നോർമലി ഔട്ട്വേർഡ്. ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡും നോർമലി ഔട്ട്വേർഡാണ്. വീണ്ടും തീറ്റ = 0 ഡിഗ്രി. ഇത് രണ്ടാമത്തെ സർഫസാണ്. മൂന്നാമത് ഈ കർവ്ഡ് സർഫസിൽ നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്താൽ ഇങ്ങോട്ടാണ് ഡി എസ് വരിക. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡ്. ഈ സർഫസിൽ തീറ്റ = 90 ഡിഗ്രിയാണ്. ഇത് മൂന്നാമത്തെ സർഫസ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഗോസ് തിയറം തുടങ്ങുന്നത് നമുക്കറിയാം. ഞാൻ ഈ സർക്കുലാർ ഏരിയ എ ആണെന്ന് കരുതിയാൽ ഈ സർക്കുലാർ ഏരിയയും ആരാണ്? എ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന ഈ ഒരു ഏരിയയും എ ആയിരിക്കും. ഇതും എ ആണ് വരിക. ആ എ എന്ന ഏരിയയിൽ ടോട്ടൽ കുടുങ്ങിക്കിടക്കുന്ന ചാർജ് Q ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഗോഷിയൻ സർഫസിനകത്ത് വരുന്ന ചാർജ് എത്രയാണ്? Q ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് തുടങ്ങിയിരുന്നത് ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു ഗോസ് തിയറം. ഗോസ് തിയറത്തിൽ എന്തായിരുന്നു നമ്മളെ ഇക്വേഷൻ? സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ 0. ഇവിടെ 3 സർഫസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് 1 പ്ലസ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് 2 പ്ലസ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് 3 ഈക്വൽ ടു ക്യൂ ഇൻസൈഡ്. നമ്മൾ കൺസിഡർ ചെയ്ത ഗോഷ്യൻ സർഫസിൻ്റെ അകത്തുള്ള ചാർജ് എത്രയാണ്? ക്യൂ ആണ്, ബൈ എപ്സിലോൺ 0. ഇതിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സെയിം ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റാണ്. പക്ഷേ ഈ മൂന്നാമത്തെ കേസിലെ തീറ്റ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് 90 0 ആയി പോകും. അപ്പോൾ ഈ ഭാഗത്ത് വരുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരിക ഇവിടെ ആരാണ്? ഈ കോൺസ്റ്റൻ്റാ. അപ്പോൾ ഈ ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് 1 പ്ലസ് അടുത്തതിലും ഈ കോൺസ്റ്റൻ്റ് ആണ് സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് 2 ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഈ ഡി എസ് 1 ഇൻ്റഗ്രൽ ഡി എസ് 1 എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് എ ആണ്, മറുഭാഗത്തും എ ആണ്. അപ്പോൾ നമുക്ക് വരിക ഇ ഇൻറ്റു എ എന്ന് വരും. അങ്ങനെ 2 ആളുകൾ ഉണ്ടാവും. 2e ഇൻറ്റു എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇ ഈക്വൽ ടു വരിക ക്യൂ ബൈ 2a എപ്സിലോൺ 0. ക്യൂ ബൈ എ എന്ന് പറയുന്നത് സിഗ്മയാണ്. അപ്പോൾ നമുക്ക് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്ന് എഴുതാം. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്, ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻസ് എല്ലാം തീർന്നു. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും ഇലക്ട്രിക് ഫീൽഡുകൾ ശ്രദ്ധിക്കണം. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് എഴുതാൻ നമുക്ക്. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തത് പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വന്നത് 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ പോയിന്റ് ചാർജ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതിയിട്ട് ഓരോരുത്തരുടെയും ഗ്രാഫുകൾ വരച്ച് നോക്കാം നമുക്ക്. പോയിന്റ് ചാർജിൻ്റെ ഗ്രാഫ് വരുന്നത് 1/r² പ്രൊപ്പോർഷണാലിറ്റി വരിക. അപ്പം ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ മുമ്പ് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് കണ്ടിരുന്നു. ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇതാ, റെക്ടാങ്കുലർ ഹൈപ്പർബോള പോലെ ഇലക്ട്രിക് ഫീൽഡ് R 1/r² പ്രൊപ്പോർഷണാലിറ്റി. അടുത്ത ആൾ നമ്മൾ പഠിച്ചത് ഒരു ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണ്. ഇത് പോയിന്റ് ചാർജിൻ്റെ ആണ് വന്നത്. ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്ഫിയറിൽ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് ഈ ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡിൻ്റെ ഇക്വേഷൻ 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ സ്മോൾ r² ആണ്. അടുത്ത വേറൊരു ഇക്വേഷനും കൂടെ നമുക്ക് അതിൽ വന്നു. ഈ സർഫസ് ആണ്. ഈ സർഫസ് വന്നത് 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ക്യാപിറ്റൽ r² ആണ്. മൂന്നാമതൊരു ഇലക്ട്രിക് ഫീൽഡും കൂടെ നമ്മൾ അവിടെ പഠിച്ചു. അത് ഈ ഇൻസൈഡ് ആണ്. ഈ ഇൻസൈഡ് ഈക്വൽ ടു 0. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ER ഗ്രാഫ് നമ്മൾ വരക്കുകയാണെങ്കിൽ 1/r² പ്രൊപ്പോർഷനിൽ
പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് എന്താണ് വ്യത്യാസം നോക്കുക. സർഫസ് വരെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അവിടുന്ന് അങ്ങോട്ട് 1/r² പ്രപ്പോർഷണൽ. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടും ആയിട്ട് വരക്കുന്നത് കാണും. അത് രണ്ട് സൈഡിൽക്കായി വരക്കുന്നതാണ്. അങ്ങനെയും വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇതാണ് ER ഗ്രാഫ് വരിക. ഇതായിരിക്കാം ചാർജ്ഡ് കണ്ടക്റ്റിംഗ് സ്ഫിയറിനാണ്. അടുത്തത് നമുക്ക് ഇൻഫിനിറ്റ് ലൈൻ ചാർജിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇൻഫിനിറ്റ് ലൈൻ ചാർജിൻ്റെ ഇക്വേഷൻ വന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2πε0r എന്നാണ്. ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. 1/r എന്ന് പറഞ്ഞാൽ 1/r² ആയിരുന്നു നേരത്തൊക്കെ. 1/r എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെയാണ് ഗ്രാഫ് വരിക. പക്ഷെ ആ ഗ്രാഫിൽ വ്യത്യാസമുണ്ട് ശരിക്ക്. ഇതാണ് ആക്ച്വൽ റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇവിടുത്തെ പവർ 1 ആണെങ്കിൽ വരുന്ന ഈ ഗ്രാഫിൻ്റെ പേരാണെന്ത്? റെക്ടാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ ഇതാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെത് വരുന്നത്. ഇനി നമ്മൾ ഇൻഫിനിറ്റ് ഷീറ്റിൻ്റെത് പഠിച്ചിരുന്നു. അത് നമുക്ക് വേറെ തന്നെ പറയണം. അതിന് ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. നോക്കാം. ഇതാണ് ഇൻഫിനിറ്റ് ഷീറ്റ് ആയിരുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വന്നത് σ/2ε0 എന്നാണ്. ഇതിൽ r ഉണ്ടോ? ഇല്ല. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r⁻0 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് r ആണ്. ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഗ്രാഫ് വരുക ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത അത് യൂണിഫോം ആണ്. അപ്പോൾ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരക്കാൻ പറഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെ വരക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ട യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആർക്കെങ്കിലും വരുന്നുണ്ടോ? ഉണ്ട്. ഇൻഫിനിറ്റ് ചാർജ്ഡ് ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച ഓരോരുത്തരുടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫുകൾ വരുന്നത്. അതിൽ തന്നെ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത, ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയറിനകത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ 0 ആണെന്നുള്ള പ്രത്യേകത, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ എഴുതിയ ഓരോ ഡെറിവേഷൻസും വീണ്ടും വീണ്ടും അത് എഴുതാൻ പഠിക്കണം. പിക്ചർ വരക്കാൻ അറിയണം, സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതണം. ഇതൊക്കെ ഞാൻ ആ PDF തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതേ രീതിയിൽ എഴുതി പഠിക്കുക. ഏകദേശം 21ഓളം ഡെറിവേഷൻസ് ഇതിനിടയിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഡെറിവേഷൻസ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? വേറെ തന്നെ അയച്ചു തരാം. നിങ്ങളത് വളരെ വൃത്തിയായിട്ട് പഠിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് കാണണം ഇൻഫിനിറ്റ് ഷീറ്റ് കൊണ്ട്. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റ് ഷീറ്റുകൾ. പക്ഷേ ഇവിടെ 2 ഷീറ്റുകളുണ്ട്. ഇതിന് ചാർജ് പ്ലസ് ആണ്, ഇതിൻ്റെ ചാർജ് എല്ലായിടത്തും പ്ലസ് ആണ്. തൊട്ടടുത്തുള്ള ഷീറ്റ് അതാ, അതും പ്ലസ് തന്നെയാണ്. എന്ന് മാത്രമല്ല, രണ്ടാളുകളുടെയും സർഫസ് ചാർജ് ഡെൻസിറ്റി സെയിം ആണ്. ഇതും പ്ലസ് സിഗ്മയാണ്, ഇതും പ്ലസ് സിഗ്മയാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഈ റീജിയണിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 1. ആ റീജിയണിലെ ഇലക്ട്രിക് ഫീൽഡ് നോക്കുകയാണ് ഞാൻ. ഈ ഷീറ്റ് കൊണ്ട് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ്, പോസിറ്റീവ് എന്ന്. ഇനി ഇത് മറക്കുക, നിങ്ങൾ ഇതില്ലാന്ന് കരുതുക. ഈ ഷീറ്റ് കൊണ്ട് ഈ പോയിന്റിൽ റേഡിയലി ഔട്ട്വേർഡ്. ഇപ്പം എത്ര ഇലക്ട്രിക് ഫീൽഡ് വന്നു? 2 എണ്ണം. അത് രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ? ഒന്നാമത്തെ ഇക്വേഷൻ എന്താ?
സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഡിസ്റ്റൻസ് പ്രശ്നമല്ല ഇവിടെ. അടുത്തതിൻ്റെ ഇക്വേഷൻ എന്താ? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തത് വരിക സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഇത് മനസ്സിലാക്കി വെക്കണം. ഈ ഭാഗത്ത് വന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0. അതേപോലെ ഞാൻ ഈ ഒരു ഭാഗത്ത് എടുക്കുകയാണെന്ന് കരുതുക. ഇവിടെ ഈ ഷീറ്റിൽ നിന്നും റേഡിയലി ഔട്ട്വേർഡ്, അതേപോലെ ഈ ഷീറ്റിൽ നിന്നും ആ പോയിന്റ് റേഡിയലി ഔട്ട്വേർഡ്. അപ്പോൾ നോക്കൂ, രണ്ടും ഒരേ ഡയറക്ഷനാണ്. ഒന്ന് എത്രയാ വാല്യൂ? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അടുത്തത് എത്രയാ വാല്യൂ? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം, സിഗ്മ ബൈ എപ്സിലോൺ 0. ഇതാണ് ഈ ഭാഗത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വരിക. ഇനി ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാണണമെന്ന് കരുതുക. പോസിറ്റീവ് ചാർജിൽ നിന്ന്, ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇങ്ങോട്ട് റേഡിയലി ഔട്ട്വേർഡ്, ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് അങ്ങോട്ട് റേഡിയലി ഔട്ട്വേർഡ്. ഇത് ഇ ആണ്, ഇതും ഇ ആണ്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ മൈനസ് ഇ ഈക്വൽ ടു 0 എന്നാണ് വരിക. അപ്പോൾ നോക്കൂ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഇൻഫിനിറ്റ് ചാർജ്ഡ് ഷീറ്റ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടത്. ഷീറ്റ് കൊണ്ട് തന്നെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കൂ. ഇതാണ് ഒരു ഷീറ്റെങ്കിൽ ഇതിന് പ്ലസ് ആണ്, പക്ഷേ തൊട്ടടുത്ത് വെക്കുന്നത് നമ്മൾ മൈനസ് ആണെങ്കിൽ ഇതിന് നമുക്ക് പ്ലസ് സിഗ്മ എന്ന് വിളിക്കാം. ഇനി തൊട്ടടുത്ത് വെക്കുന്ന അടുത്ത ഷീറ്റ് മൈനസ് ആണെന്ന് കരുതുക. എന്ന് മാത്രമല്ല, ചാർജ് മാത്രമേ മാറിയിട്ടുള്ളൂ, പക്ഷേ സിഗ്മൻ്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ പോലെ ഈ ഭാഗത്ത് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജിൽ നിന്നും ഈ ഭാഗത്ത് റേഡിയലി ഔട്ട്വേർഡ്. ഇനി നെഗറ്റീവ് ചാർജിൽക്ക് റേഡിയലി ഇൻവേർഡ്. ഇതാണ് ഒരു ഇ വരിക, ഇതാണ് മറ്റൊരു ഇ. ഇതിൽ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണ്ട. ഇതെത്രയാ? ഒന്നാമത്തെ പോസിറ്റീവിൻ്റെത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇതോ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. എന്താ നമ്മൾ സൈൻ ഇട്ട് കൊടുക്കാത്ത? ഡയറക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇത് രണ്ടും മൈനസ് ചെയ്യും. അപ്പം നെറ്റ് ഫീൽഡ് എത്രയാ? 0 ആണ് വരിക. അതേപോലെ ഈ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നെഗറ്റീവ് ചാർജിൽ റേഡിയലി ഇൻവേർഡ്. അതെത്രയാ? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഈ ചാർജിൽ നിന്ന് അങ്ങോട്ട് റേഡിയലി ഔട്ട്വേർഡ് ആണ്, അതും എത്രയാ? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താ കിട്ടുക? 0. ഇനി നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റിൽ നോക്കാം. ഇതിനിടയിൽ ഇൻ ബിറ്റ്വീൻ പോസിറ്റീവ് ചാർജിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡ്, നെഗറ്റീവ് ചാർജോ റേഡിയലി ഇൻവേർഡ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വരിക സിഗ്മ ബൈ എപ്സിലോൺ 0. കാരണം സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ആൻസർ കിട്ടുക സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇൻഫിനിറ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട ഈ രണ്ട് ക്വസ്റ്റ്യൻ മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. മിനിമം. കാരണം ഇത് ഇതിനെയാണ് നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് വിളിക്കുക. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ 0, ഇവിടെ 0. ഇവിടുത്തെ വാല്യൂ നമ്മൾ പറയുക സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇൻഫിനിറ്റ് ലൈൻ ഉണ്ട്.
അതിന് ചാർജ് വരുന്നത് പ്ലസ് ആണ്. അതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി പ്ലസ് ലാംഡയാണെന്ന് തന്നിട്ടുണ്ട്. അതിനടുത്ത് തന്നെ മറ്റൊരു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ഉണ്ട്. അതിൻ്റെ ചാർജ് നെഗറ്റീവാണ്, മൈനസ് ലാംഡ. ലാംഡകൾ ഈക്വൽ ആണ്, സൈനെ മാറിയിട്ടുള്ളൂ. ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡ്, നെഗറ്റീവ് ആണെങ്കിൽ റേഡിയലി ഇൻവേർഡ്. ഇത് രണ്ടും ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഇത് ഇ ആണെങ്കിൽ ഇതും ഇ തന്നെ ആവും. എന്താ കാരണം? ലാംഡ സെയിമാ. ഈ ഡിസ്റ്റൻസ് r/2 ആണ്. ഇവിടെ നിങ്ങട്ടുള്ള ഡിസ്റ്റൻസും എത്രയാണ്? r/2. അപ്പോൾ ലാംഡയും ആറും സെയിം ആയതുകൊണ്ട് ഒന്ന് ഇ ആണെങ്കിൽ അടുത്തതും ഇ ആണ്. അപ്പം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വരിക 2E ആണ്. 2E എന്ന് പറയുമ്പോൾ ഈൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? ലാംഡ ഡിവൈഡഡ് ബൈ 2πε0 r/2. ആ 2 മുകളിൽ വന്നാൽ 4 ലാംഡ ഡിവൈഡഡ് ബൈ 2πε0 r. ഇതാണ് ഇക്വേഷൻ വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക. ഇനി നിങ്ങൾ തന്ന PDF-ൽ ഒരു ന്യൂക്ലിയസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കഴിയോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യുക നന്നായിട്ട്. ഇതാണ് നമുക്ക് ബോർഡ് എക്സാമിന് ഈ ചാപ്റ്ററിന് വേണ്ട എല്ലാ കാര്യങ്ങളും. ഇനി ഇതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അസൈൻമെൻറ്റുകൾ ചെയ്തിട്ട് വളരെ വൃത്തിയായിട്ട് ചാപ്റ്റർ അവസാനിപ്പിക്കാം.